ഹായ് ഹലോ സീനയാണേ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീട്ടിലോട്ട് മാറിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മൾ മാറിയിട്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് അങ്ങ് നടക്കണമായിരുന്നു. ഇതായിരുന്നിട്ട് എൻ്റെ റൂം. അപ്പോൾ ബിഫോറാണിത്. നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഒന്നും ഓർഗനൈസ് ചെയ്തൊന്നും വെച്ചിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ അന്ന് തന്നെ എല്ലാം ഒന്ന് ഒതുക്കി ക്ലീൻ ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ഒതുക്കി വെച്ച്, പക്ഷേ എന്തായാലും നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ എണീറ്റ് ഇന്നത്തെ ഡ്യൂട്ടി അതാണ്. അപ്പോൾ രാവിലെ എണീറ്റൊരു കോഫി കുടിച്ച്, ഇതൊരു പഴയ ഷെൽഫാണ്ട്, നമുക്ക് DIY ചെയ്തിട്ട് വേറെ രീതിയിൽ എന്തെങ്കിലും ആക്കിയെടുക്കണം. തൽക്കാലത്തേക്ക് ഇപ്പോൾ ഷെൽഫായിട്ടുള്ള രീതിയിൽ തന്നെ വെച്ചേക്കണേ, ബുക്സും പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിൽ 2 നില ബിൽഡിങ്ങാണ്. അപ്പോൾ 4 ഫാമിലി ഇവിടെ താമസിക്കാനുണ്ട്. നമ്മളും പിന്നെ വേറെ 3 ഫാമിലീസും. അപ്പോൾ ഇങ്ങോട്ടൊന്നും ഞാൻ അങ്ങനെ മേളിലോട്ട് അങ്ങനെ കയറിയിട്ടില്ല, കാരണം ആരെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ഇന്നിപ്പോൾ ഒരവസരം കിട്ടിയപ്പോഴത്തേക്കും മേളിലേക്ക് കയറി കുറച്ച് നേരം അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ. നേരെ കിച്ചണിലോട്ട് വന്ന് ചായ അടിക്കാമെന്ന് വിചാരിച്ചു. ഒരു ബ്ലാക്ക് ടീ കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എന്തായാലും ഒരു ചായ പതിവാണ്. അങ്ങനെ രാവിലെ ഒരു കട്ടൻ ചായ എടുത്തു, ചൂടോടെ നമ്മൾ കുടിച്ചു. നല്ല ക്ലൈമറ്റ് ഉണ്ട്. അപ്പം ഇപ്പം ചെറിയൊരു കോൾഡൊക്കെ ഇട്ടിരിക്കണതാണ് എന്നിട്ട് വോയിസിന് വ്യത്യാസം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബുൾസൈ അടിച്ചു. വേറെ ഒന്നും രാവിലെ അങ്ങനെ കഴിക്കാറില്ല, പിന്നെ കുറേ ലേറ്റായി കഴിയുമ്പോഴേ കഴിക്കുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്കുണ്ടായിരുന്നു, വർക്കിന് പോണേന്. പാട്ടൊക്കെ ഇട്ട് റൈറ്റേഴ്സിൽ പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ഇരുന്ന് പോയി രാവിലെ തന്നെ. പിന്നെ അവിടെ ചെന്നിട്ട് ചായയും പിന്നെ ചെറുതായിട്ട് കഴിച്ച് നേരെ വർക്ക് ചെയ്യണ സ്ഥലത്തോട്ട് പോകണേട്ടോ. അപ്പോൾ എൻ്റെ കൂടെയുള്ള ചേച്ചിമാരാണ് ഫ്രണ്ടിൽ പോയത്. ഞങ്ങളുടെ 3 പേരും കൂടിയാണ് പോണേട്ടാ. ചെന്നിട്ട് നല്ല പോസ്റ്റായിരുന്നേ, കാരണം സാധനങ്ങളൊക്കെ വരാനും എല്ലാത്തിനും കുറച്ച് ടൈം എടുത്തു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിശേഷമൊക്കെ പറഞ്ഞ് കുറേ നേരം അങ്ങനെ പോയി. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് നടന്നാ വന്ന അതെൻ്റെ വീട്ടിൽ വന്നു. എഗെയിൻ ചായ ഇല്ലാണ്ട് എന്ത് കാര്യം. പണ്ട് ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, നല്ല പൊടിയുണ്ടായി. അപ്പോൾ എനിക്ക് ഡസ്റ്റ് അലർജി ഉള്ളതുകൊണ്ടിട്ട് ക്ലീൻ ചെയ്യാം, പിന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആ ഷെൽഫ് ചരിച്ചിട്ട്, അപ്പോൾ ഒരു ടേബിൾ പോലെ, ഞാൻ മുന്നേയും ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നു യൂസ് ചെയ്തേട്ടാ. അപ്പോൾ ഞാൻ ടേബിൾ പോലെ ആക്കി. പിന്നെ അതിൻ്റെ പുറത്തൊരു മിററ്, സൈഡൊക്കെ ഇങ്ങനെ ടേപ്പൊക്കെ ഒട്ടിച്ച്, പഴയ മിററാണ്. അപ്പോൾ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തു. അത്യാവശ്യം ഇപ്പോൾ ഇരുന്ന് വർക്ക് ചെയ്യാനാണെങ്കിലും പിന്നെ നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാനാണെങ്കിലും ഒരു ഏരിയ ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വെച്ചൊന്ന് ഫേസൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഒരു സ്മിറ്റനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സാമ്പിൾ പ്രൊഡക്റ്റാണ് ഇത്. സിമ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 50 ml ഓഫ് പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തു. നല്ല ഫേസ് വാഷാണ് കേട്ടോ, ഇതിൻ്റെ വലുത് വാങ്ങിക്കണമെന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു സ്ക്രബും പിന്നെ ഒരു ഫേസ് മാസ്കും എന്നുള്ള രീതിയിൽ സാധാ അരിപ്പൊടിയിലോട്ട് രക്തചന്ദനത്തിൻ്റെ പൗഡർ. അപ്പോൾ അത് നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ മാറ്റും. എന്ന് വെച്ചാൽ വീക്കിലി ഒക്കെ യൂസ് ചെയ്ത് വരുമ്പോഴേ മാറുള്ളൂ, ഒറ്റ യൂസിലൊന്നും റിസൾട്ട് അറിയില്ല. അപ്പം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങളിത് അഥവാ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ആയുർവേദിക്ക് ചിലർക്ക് ബേണിങ് ഉണ്ടാവും, ഫേസിലൊരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇതൊക്കെ വാരി തേച്ചപ്പോഴത്തേക്ക് ഞാൻ തന്നെ നോക്കി കോക്കറി കാണിക്കണമായിരുന്നു. അങ്ങനെ ഇത് യൂസ് ചെയ്തു. കൊള്ളാട്ടോ, അത് ഫേസിലിട്ടുമ്പോൾ സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. ചെറിയ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള പൊടിയല്ലേ, അപ്പോൾ അതുകൊണ്ടിട്ട് വലിയ ഫേസിനധികം സീനൊന്നും വരില്ല. പയ്യെ സ്ക്രബ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസും നെക്കും ഒരേപോലെ വാഷ് ചെയ്തിട്ട് വേണം ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ആ ഒരു എന്താ പറയുക, സെയിം ആയിട്ടിരിക്കും. ഫേസും നെക്കും സെയിം ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ഫേസ് മാത്രം നമ്മൾ ക്രീമൊക്കെ ആണെങ്കിൽ എന്താണെങ്കിലും മുഖത്ത് മാത്രം തേക്കുമ്പോൾ അവിടെ മാത്രം വെളുത്തിരിക്കും. അപ്പോൾ ഇത് വെളുക്കാനല്ല കേട്ടോ, ജസ്റ്റ് തേച്ചെന്ന് മാത്രം. പിന്നെ ഞാൻ സിമ്പിളിൻ്റെ തന്നെ ചെറിയ 50 ml ആ ഒരു മോയ്സ്ചറൈസർ, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ. അതിൻ്റെ ഓയിലി സ്കിന്നാണ്, എന്നാലും ജെൽ ടൈപ്പ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ആയതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തിട്ടാണ് നല്ലതായിട്ട് വർക്ക് ചെയ്യാനുണ്ട്. ഫേസിൽ ചെറിയൊരു ഗ്ലോ ഉണ്ട്. പിന്നെ ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ച ഈ ഒരു ക്രാൻബെറിയുടെ ലിപ് ബാം തേച്ച്, നല്ല ലിപ് ബാമാണ്. അവിടെ ഉള്ളതിൽ മേക്കപ്പിൽ അത്യാവശ്യം നല്ലത് ലിപ് ബാമും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞു. അലക്കി വെച്ച തുണിയെല്ലാം കൊണ്ട് വിരിച്ചു. പിന്നെ ഇതിപ്പോൾ ജ്യൂസ് കുടിച്ചു.
അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ ഇന്നത്തെ ദിവസം. അപ്പം നമുക്ക് നാളെ കാണാം അടുത്ത വീഡിയോയിൽ.